നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ, ഞാനിവിടെ കുറച്ച് 2 പച്ചമാങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ്. ഇതുകൊണ്ട് നമ്മളൊരു ഈസി കറിയാട്ടോ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. 2 ടീസ്പൂൺ അല്ല കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർക്കാം കേട്ടോ. വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂണിൻ്റെയും 1/4 ടീസ്പൂണിൻ്റെയും കൂടെ നടുക്കളവിൽ മതി. ഇനി നമ്മളിതിലേക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ പീലർ കൊണ്ട് തന്നെ നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനൊന്ന് വേഗം എന്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മാങ്ങ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നല്ല കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മാങ്ങ വേവിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾക്ക് വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഞാനിതിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര പാനിയാണ് നിങ്ങളുടെ കയ്യിൽ പുരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്ത് ചേർത്താലും അതിൻ്റെ ആ ഒരു മധുരത്തിൻ്റെ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി അപ്പോൾ ശർക്കരയുടെ മധുരത്തിലും കുറച്ച് വെള്ളത്തിലും ഒക്കെ കിടന്ന് മാങ്ങ നന്നായിട്ട് വെന്തതായി ഈ ഒരു ടെക്സ്ചർ ആയപ്പോഴത്തേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ലെവലായി കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരു ഗ്രേവി ടെക്സ്ചർ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒക്കെ ഒന്ന് നീട്ടിയെടുക്കാം. കറക്റ്റ് നമ്മളുടെ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പുളിങ്കറിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ്. എല്ലാ ടേസ്റ്റും ഉണ്ട്, എരിവ്, പുളി, മധുരം, ഉപ്പ് എല്ലാം ഉണ്ട്. അത് കാരണം അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സൈഡ് ഡിഷ്. അപ്പോൾ ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. മാങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പുളിങ്കറിക്ക് പകരം ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയാലും അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ വെറൈറ്റി പരീക്ഷിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.